അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ബേസ് എക്സിഷൻ റിപ്പയർ ആണ്. ഷോർട്ട് ഫോം ഈസ് BER. ഓക്കെ, ഇത് ന്യൂക്ലിയോട്ടൈഡ് എക്സിഷൻ റിപ്പയറുമായിട്ട് സിമിലർ ആണ്. ഇൻ ദ കേസ് ഓഫ് ന്യൂക്ലിയോട്ടൈഡ് എക്സിഷൻ റിപ്പയർ, എ ഫ്രാഗ്മെൻറ്റ് ഓഫ് DNA ഈസ് cleaved and replaced, but here an altered base, a single base is removed. There is a major difference between nucleotide excision repair and base excision repair. So it is used by the cell to correct damaged DNA bases. ഒരു ഫ്രാഗ്മെൻ്റ് അല്ല, DNA ബേസ്, സിംഗിൾ DNA ബേസിന് റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ദിസ് മെക്കാനിസം ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് എൻസൈംസ് കോൾഡ് DNA ഗ്ലൈക്കോസിലേസസ്. DNA ഗ്ലൈക്കോസിലേസസ്. എന്തുകൊണ്ടാണ് DNA ഗ്ലൈക്കോസിലേസസ് എന്ന് വിളിക്കുന്നത്? DNA പോളിമറേസ് എന്ന് വിളിക്കുന്നത് നമുക്ക് പറയാം, പോളിമറേഷൻ റിയാക്ഷൻ നടത്തുന്നതുകൊണ്ടാണ്. DNA ഗ്ലൈക്കോസിലേസ് എന്ന് വിളിക്കുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെ ക്ലീവ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, സോ what is the function of this DNA glycosylase? DNA glycosylase recognizes an altered base in DNA. ഓക്കെ, സോ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള, പ്രശ്നക്കാരനായിട്ടുള്ള നൈട്രജൻ ബേസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. നൈട്രജൻ ബേസ് പറയുമ്പോൾ മറക്കരുത്, ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ, ഷുഗർ ഫോസ്ഫേറ്റ് നൈട്രജൻ ബേസ്, ഇങ്ങനെ 3 കമ്പോണൻ്റാണ് ഒരു ന്യൂക്ലിയോടൈഡിനുള്ളത്. ഷുഗർ ഫോസ്ഫേറ്റ് അത് ബാക്ക് ബോൺ ആണ്, അതിൽ പെർപെൻഡിക്കുലറായിട്ട് അറേഞ്ച് ചെയ്ത് നിൽക്കുന്നതാണ് നൈട്രജൻ ബേസ്. ആ നൈട്രജൻ ബേസിൽ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരാൾ അവിടെ വന്നു കഴിഞ്ഞാൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു ആര്? DNA ഗ്ലൈക്കോസിലേസ് എൻസൈം. ഓക്കെ, ആൻഡ് ദ സെയിം എൻസൈം കാറ്റലൈസസ് ഇറ്റ്സ് ഹൈഡ്രോളിറ്റിക് റിമൂവൽ. ഈ അൾട്ടേർഡ് ബേസിനെ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ എൻസൈമാണ്. ഇറ്റ് റിമൂവ്സ് ദി അൾട്ടേർഡ് ബേസ് ബൈ ക്ലീവിംഗ് ദി ഗ്ലൈക്കോസിഡിക് ബോണ്ട് ദാറ്റ് ലിങ്ക്സ് ദ ബേസ് ടു ദി ബാക്ക് ബോൺ. ഓക്കെ, സോ ഇവിടെ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണിലേക്ക് ത്രൂ N ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. Okay, nitrogen bases are attached to this sugar phosphate backbone by the N glycosidic linkage. ആ സ്ട്രക്ചർ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്, അത് ഓർമ്മയുള്ളവർക്ക് അറിയാം. ആ N ഗ്ലൈക്കോസിഡിക് ലിങ്കേജിനെ മുറിച്ച് കളയുകയാണ് ചെയ്യുന്നത് ആര്? ഈ ഗ്ലൈക്കോസിലേസ് എൻസൈം, DNA ഗ്ലൈക്കോസിലേസ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? DNA ഗ്ലൈക്കോസിലേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ നൈട്രജൻ ബേസ് റിമൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, അത് പ്യൂരിൻ ആയിക്കോട്ടെ പെരിമിഡിൻ ആയിക്കോട്ടെ, വൺസ് ഇറ്റ് ഈസ് റിമൂവ്, ദ സൈറ്റ്, ദാറ്റ് പർട്ടിക്കുലർ റീജിയൻ ഈസ് ലെഫ്റ്റ് വിത്ത് അപ്യൂരിനിക് ഓർ അപെരിമിഡിനിക് സൈറ്റ്, AP സൈറ്റ്. ഓക്കെ, ദാറ്റ് മീൻ എ ന്യൂക്ലിയോടൈഡ് കണ്ടെയ്ൻസ് 3 components, sugar, phosphate plus nitrogen base. But because of the action of this glycosidase enzyme, that nitrogen base is removed. So the remaining part is only sugar phosphate backbone. ആ 3 കമ്പോണൻറ്റിലെ നൈട്രജൻ ബേസ് പോയി അവിടെ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ മാത്രമായിട്ട് നിൽക്കുന്നു. അപ്പോഴും DNA സ്ട്രാൻഡ്, ആ സിംഗിൾ സ്ട്രാൻഡ് DNA സ്ട്രാൻഡ് പൊട്ടില്ല. സിംഗിൾ സ്ട്രാൻഡ്, ആ DNA സ്ട്രാൻഡ് പൊട്ടണമെന്നുണ്ടെങ്കിൽ എവിടെ മുറിക്കണം? ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണിൽ മുറിക്കണം. അതിൻ്റെ ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് മുറിക്കണം. ഓക്കെ, സോ ആ ഒരു AP സൈറ്റ് with this sugar phosphate backbone and the absence of nitrogen base, this AP site is then removed by AP endonuclease. ഓക്കെ, ഒരു എൻഡോന്യൂക്ലിയസ് വന്നിട്ട് ആ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ മുറിച്ച് കളഞ്ഞാൽ മാത്രമേ അവിടെ സ്പേസ് ആയിട്ട്, ഗ്യാപ്പായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ദാറ്റ് ഗ്യാപ്പ് ഈസ് ഫിൽഡ് ബൈ ദി ആക്ഷൻ ഓഫ് DNA പോളിമറേസ് ആൻഡ് DNA ലിഗേസ്. അവിടെ വന്നിട്ട് DNA പോളിമറേസ് എൻസൈം അല്ലെങ്കിൽ DNA ലിഗേസ് എൻസൈം വന്നിട്ട് അവിടെ ക്ലീവ് ചെയ്തിട്ട് ആ ഗ്യാപ്പ് എടുത്ത് കളയുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ പിക്ചർ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവിടെ ഏറ്റവും മുകളിലായിട്ട് അവിടെ ഒരു DNA ഡാമേജ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഒരു DNA ഡാമേജ് വരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഭാഗത്തായിട്ടൊരു DNA ഡാമേജ് വരുന്നുണ്ട്. അതിൻ്റെ നൈട്രജൻ ബേസ് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു സിംഗിൾ വര, ഒരു ഫുൾ വരയായിട്ട് കാണുന്നത് മുകളിലുള്ള ഒരു നൈട്രജൻ ബേസും താഴെയുള്ള നൈട്രജൻ ബേസും പെർപെൻഡിക്കുലറായിട്ടുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ള 2 നൈട്രജൻ ബേസുകൾ അറ്റാച്ച് ചെയ്ത് ഫുള്ളായിട്ട് കാണുന്നതുകൊണ്ടാണ്, ഒരുമിച്ച് കാണുന്നതുകൊണ്ടാണ് ഒരു സിംഗിൾ വര കാണുന്നത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ A എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നത് അവിടുത്തെ നൈട്രജൻ ബേസ് റിമൂവ് ചെയ്തിട്ടുണ്ട്, ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ അവിടെ തന്നെയുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആ ലെയർ, ആ സ്ട്രാൻഡ് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ കാണാം, പക്ഷേ നൈട്രജൻ ബേസ് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ നടുവിലെ, ആ ലാഡറിലെ നടുവിലെ ലൈൻ
പകുതി മാത്രം, താഴത്ത് മാത്രം കാണുന്നു, മുകളിൽ കാണുന്നില്ല. കാരണം നൈട്രജൻ ബേസ് റിമൂവ് ആയി. ഇനി അടുത്ത കണ്ടീഷനിൽ എന്ത് സംഭവിക്കുന്നു? അവിടെ എൻഡോന്യൂക്ലിയേസ്, AP എൻഡോന്യൂക്ലിയേസ്. അപ്പോൾ ഇവിടെ നൈട്രജൻ ബേസ് ആ പ്യൂരിനും പിരിമിഡിനും റിമൂവ് ആയിട്ടുള്ള ആ ഒരു റീജിയനാണ് AP എന്ന് വിളിക്കുന്നത്. ഓക്കെ, അവിടെ എൻഡോന്യൂക്ലിയേസ് എൻസൈം വന്നിട്ട് അവിടുത്തെ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ, അവിടുത്തെ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണിനെ മുറിച്ച് കളയുന്നു. കണ്ടില്ലേ, അവിടെ ബാക്ക് ബോൺ ഉണ്ട്, ഇവിടെ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ മുറിച്ച് കളയുന്നു. അപ്പോൾ അവിടെ നൈട്രജൻ ബേസ് ആദ്യം പോയി, അതിൻ്റെ പിന്നിൽ എൻഡോന്യൂക്ലിയസ് വന്നിട്ട് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണും മുറിച്ച് കളഞ്ഞു. അപ്പോൾ അവിടെ ഫുൾ സ്പേസ് ആയിട്ട് മാറി. ഇനി അവിടെ ആര് വരും? പോളിമറൈസ് എൻസൈം വരും. നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ പോളിമറൈസ് എൻസൈം വന്നിട്ട് ഈ താഴത്തെ ഒരു നൈട്രജൻ ബേസ് നിൽക്കുന്നുണ്ടല്ലോ, അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു നൈട്രജൻ ബേസ് സിന്തസൈസ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ദാറ്റ് ആഡഡ് നൈട്രജൻ ബേസ് ജോയിൻ ടു ദി നെക്സ്റ്റ് പാർട്ട് ഓഫ് DNA strand by DNA ligase. ഓക്കെ, സോ DNA ലിഗേസും DNA പോളിമറേസും കൂടിയിട്ട് അവിടെ ആ ഒരു സ്ട്രക്ചറിൻ്റെ കണ്ടിന്യൂസ് സ്ട്രക്ചറാക്കി മാറ്റുന്നു, അതിനെ ഫില്ല് ചെയ്യുന്നു. ഇതാണ് ബേസ് എക്സിഷൻ റിപ്പയർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരു വട്ടം കൂടി മനസ്സിലാവാത്തവർക്ക് ഒരു വട്ടം കൂടി മുമ്പത്തെ ഭാഗങ്ങളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഇത് ടെക്സ്റ്റിലുള്ള പിക്ചറാണ്, അവിടെ കൃത്യമായിട്ട് കാണാം. GTA കഴിഞ്ഞിട്ട് അവിടെ താഴത്ത് G ആണ്, മുകളിൽ വരേണ്ടത് C ആണ്. അവിടെ വന്നിരിക്കുന്ന ഒരു മിസ്മാച്ചിങ് ആണ്, U ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ U വന്നു കഴിഞ്ഞാൽ ആ യുവിനെ റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ അവിടെ ഗ്ലൈക്കോസിലേസ് എൻസൈം, DNA ഗ്ലൈക്കോസിലേസ് എൻസൈം വന്നിട്ട് ആദ്യം എന്ത് ചെയ്യുന്നു? നൈട്രജൻ ബേസിനെ, ആ U എന്ന് പറയുന്ന നൈട്രജൻ ബേസിനെ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ഡിസ്റ്റോഷൻ മാറി, നോർമലായിട്ട് മാറി. പക്ഷേ ഇപ്പോൾ അതൊരു AP സൈറ്റാണ്. അവിടെ എന്താ, പിരമിഡിനും ഇല്ല, പ്യൂരിനും ഇല്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ റീജിയനിൽ നമുക്ക് പ്യൂരിനോ പിരമിഡിനോ കാണുന്നില്ല. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? അവിടെ എൻഡോന്യൂക്ലിയസ്, AP എൻഡോന്യൂക്ലിയസ് വന്ന് ക്ലീവ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ അവിടെ കംപ്ലീറ്റ് ഗ്യാപ്പായിട്ട് മാറി. ദെൻ DNA പോളിമറേസ് ലിഗേസ് വന്നത് ഫില്ല് ചെയ്തു. ഏത് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്? ഇവിടെ G ആയതുകൊണ്ട് C ആണ് വരുന്നത്. പ്രശ്നം അവിടെ U വന്നതാണ്, മിസ്മാച്ചിങ് ആണ്. സോ അവിടെ മിസ്മാച്ച് ആയിട്ടുള്ള ആളെടുത്ത് കളഞ്ഞിട്ട് അവിടെ C വന്ന് ഫില്ല് ചെയ്തു, കംപ്ലീറ്റ് ആക്കി. ഓക്കെ, നമുക്കിനി ഇതിനെ തുടർന്ന് ഒരു there are at least 6 type of enzymes are present, including those that remove deaminated cytosine, deaminated adenine, different type of alkylated or oxidized bases with open rings, and bases in which a carbon-carbon double bond has been accidentally converted to a carbon-carbon single bond. അങ്ങനെ 6 type എൻസൈമുകൾ ഇതിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് പേരുകളൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അതിന് കൂടെ നമുക്ക് ഇത് ആഡ് ചെയ്യാം വേണമെങ്കിൽ. there are 2 categories of glycosylase enzyme. ഓക്കെ, ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ്. ഗ്ലൈക്കോസിലേസ് എൻസൈം 2 കാറ്റഗറി വരുന്നുണ്ട്. ഒന്ന് മോണോ ഫങ്ഷണൽ ഗ്ലൈക്കോസിലേസ് എൻസൈം ആൻഡ് ബൈ ഫങ്ഷണൽ ഗ്ലൈക്കോസിലേസ് എൻസൈം. അതാണ് കുറച്ചുകൂടി സിമ്പിളാണ് മറ്റേതിനേക്കാൾ. സോ മോണോ ഫങ്ഷണൽ ഗ്ലൈക്കോസിലേസ് മീൻസ് they have only glycosylase activity. ഓക്കെ, മോണോ ഫങ്ഷണൽ ഗ്ലൈക്കോസിലേസ് എൻസൈംസ് എന്ന് പറയുന്നത് they have only glycosylase activity. But in the case of bifunctional glycosylases, they also possess an AP layase activity. AP എൻഡോന്യൂക്ലിയേസ് ആക്ടിവിറ്റി, AP layase ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ആ സെയിം എൻസൈം തന്നെ നൈട്രജൻ ബേസിനെ പൊട്ടിക്കും, അതുപോലെ തന്നെ ആ AP സൈറ്റിലെ അതിനെ പൊട്ടിച്ച് കളഞ്ഞിട്ട് അവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യിക്കാൻ ഇതേ സെയിം എൻസൈം തന്നെ മതി ബൈ ഫങ്ഷണൽ ഗ്ലൈക്കോസിലേസിന്. ഓക്കെ, അപ്പോൾ ഈ 2 ഗ്രൂപ്പ് എൻസൈം കൊണ്ടുകൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം ഈ പറഞ്ഞ ബേസ് എക്സിഷൻ റിപ്പയർ അത്രയും മതിയാവും നിങ്ങൾക്ക് എക്സാമിന്. ഇനി അടുത്തത് മിസ്മാച്ച് റിപ്പയർ ആൻഡ് പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി. അത് രണ്ടും സിമിലർ ആയതുകൊണ്ട് പ്രൂഫ് റീഡിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് 5ാമത്തത് മിസ്മാച്ച് റിപ്പയർ ആണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പ്രൂഫ് റീഡിങ്ങിൻ്റെ ഒരു കാര്യം കൂടി പറയുകയാണ്. ഓക്കെ, so it is estimated that mismatched base pairing occurs about once every 10⁵ to 10⁶ nucleotides incorporated.
ഓക്കെ, അപ്പോൾ ഒരു പോളിമറൈസ് എൻസൈം 10⁵ to 10⁶ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു മിസ്മാച്ച് വരാം. ഓക്കെ, ബട്ട് നമ്മൾ നോർമലി കണ്ടു കഴിഞ്ഞതാണ് ഈ മേജറായിട്ടുള്ള ഈ മിസ്മാച്ചിങ് ഒക്കെ ബൈ പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി. ഫസ്റ്റ് നമ്മൾ പഠിച്ച പ്രൂഫ് റീഡിങ് DNA പോളിമറൈസിന് തന്നെ എന്തുണ്ട്, 3'5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ആ 3'5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി വഴിയായിട്ട് പ്രൂഫ് റീഡിങ് വഴിയായിട്ട് അത് ക്ലിയർ ചെയ്യുന്നു. എത്ര വരെ? 99% അങ്ങനെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, സോ ദ റിമൈനിങ് സ്മോൾ നമ്പർ ഓഫ് മിസ്റ്റേക്സ് ആർ റിപ്പയർഡ് ബൈ അനദർ മെക്കാനിസം കോൾഡ് മിസ്മാച്ച് റിപ്പയർ. ഓക്കെ, അപ്പോൾ പ്രൂഫ് റീഡിങ്ങിൽ പെടാതെ പോകുന്ന 1% മാത്രം ക്ലിയർ ചെയ്യുന്നതിനുള്ള ഒരു മെക്കാനിസമാണ് മിസ്മാച്ച് റിപ്പയർ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. മിസ്മാച്ച് റിപ്പയർ. The role of mismatch repair is to repair the mismatched base pair which was left unrepaired by the proofreading activity of DNA polymerase. ഓക്കെ, ആ ഒരു 1%നെ ക്ലിയർ ചെയ്യാനുള്ളതാണ്. സോ മിസ്മാച്ച്ഡ് ബേസ് പെയർസ് ഡു നോട്ട് ഹൈഡ്രജൻ ബോണ്ട് പ്രോപ്പർലി ആൻഡ് ഹെൻസ് കോസ് എ ഡിസ്റ്റോർഷൻ ഓഫ് ദി ഡബിൾ ഹെലിക്സ്. സച്ച് അബ്നോർമൽ ബേസ് പെയർസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ദി മിസ്മാച്ച് റിപ്പയർ സിസ്റ്റം. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ഒരു മിസ്മാച്ചിങ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് എഫക്ട്സ് ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ ദി നൈട്രജൻ കോംപ്ലിമെൻ്ററി നൈട്രജൻ ബേസ് പെയേഴ്സ്. ഓക്കെ, സോ പ്രോപ്പർ കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വളയലുണ്ടാവും, DNA ഒന്ന് വളയും, ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും. ഓക്കെ, ഡിസ്റ്റോർഷൻ ഓഫ് ഡബിൾ ഹെലിക്സ്. ഇവിടെ നമ്മൾ ഈ ഒരു മിസ്മാച്ച് റിപ്പയറിങ്ങിൽ മിസ്മാച്ചൊക്കെ റിപ്പയറിങ് മെക്കാനിക്സ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. പുതുതായിട്ട് ഫോം ചെയ്യുന്ന നാസൻ്റെ DNA സ്ട്രാൻഡിൽ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കോംപ്ലക്സ് മെക്കാനിസം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ളൊരു പ്രോബ്ലം, ഈ ഒരു മിസ്മാച്ച് റിപ്പയറിങ് മെക്കാനിസത്തിനുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ടു ഐഡൻറ്റിഫൈ ദി നാസൻ സ്ട്രാൻഡ്. നെയ്സൻ സ്ട്രാൻഡ് ഏതാണ് എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, എന്നാലേ അത് മിസ്മാച്ച് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. മെയിൻ DNA സ്ട്രാൻഡ് പാരൻ്റൽ സ്ട്രാൻഡിൽ നിന്ന് നെയ്സൻ സ്ട്രാൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്താലാണ് ഈ പാരൻ്റൽ സ്ട്രാൻഡിൽ നിന്ന് മിസ്മാച്ച് ആയിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു മെക്കാനിസം, അതിനൊരു സിസ്റ്റം നമ്മുടെ ബോഡിയിലുണ്ട്. ഓക്കെ, അത് എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് മീഥൈൽ ഗ്രൂപ്പാണ്. So the repair system should recognize the nascent strand with incorrect base pairs from the correct template strand. Correct parental strand. This repair system should identify the nascent strand. For that, bacteria uses methyl group attached to the adenosine residue for distinguishing the parental template strand from the nascent. ഓക്കെ, ബാക്ടീരിയ സാധാരണ ബാക്ടീരിയയിൽ കാണുന്നതാണ്. ഇറ്റ് യൂസസ് മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദി അഡിനോസിൻ റെസിഡ്യൂ ഫോർ ഡിസ്റ്റിങ്വിഷിംഗ് ദി പാരൻ്റൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഫ്രം ദി നേസെൻറ്റ് സ്ട്രാൻഡ്. സോ നോർമലി ഓൾഡർ DNA, ഒരു പാരൻ്റൽ DNAയിൽ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് പാരൻ്റൽ DNA വിൽ ഹാവ് മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദി അഡിനോസിൻ റെസിഡ്യൂ. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് DNA മിഥൈലേഷൻ. സോ DNA മിഥിലേഷൻ അല്ലെങ്കിൽ DNA മിഥൈലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയായിട്ട് ഒരു DNA ഫോം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതിലെ അഡിനോസിൻ റെസിഡ്യൂ അവിടെ എവിടെയായിട്ട് കാണുന്ന അഡിനോസിൻ റെസിഡ്യൂയിലേക്ക് മീഥൈൽ ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്യും. ഓക്കെ, അതിന് കുറച്ച് ടൈം എടുക്കും. ഇറ്റ് ഓക്കർ അണ്ടിൽ എ ഷോർട്ട് ടൈം ആഫ്റ്റർ എ ന്യൂ DNA ഹാസ് ബീൻ അസംബിൾഡ്. ഓക്കെ, സോ അതിന് മുമ്പാണ് ആര് വരുന്നത്? മിസ്മാച്ച് റിപ്പയർ സിസ്റ്റം വരുന്നത്. അപ്പോൾ പാരൻ്റൽ സ്ട്രാൻഡ് എന്തായാലും പഴയ സ്ട്രാൻഡാണ്. അതിലെന്തുണ്ട്? ഈ മെത്തിലേഷൻ ഓൾറെഡി ഉണ്ട്. DNAയിൽ മെത്തിലേഷൻ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പുതിയൊരു സ്ട്രാൻഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലെ അഡിനോസിൻ ഗ്രൂപ്പിലേക്കും മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യും. മിഥിലേഷൻ നടക്കും, ബട്ട് ഇറ്റ് ടേക്സ് സം ടൈം. പക്ഷേ ഈ മിസ്മാച്ച് റിപ്പയറിംഗ് മെക്കാനിസം വരുന്നത് അതിന് മുമ്പാണ്, ആ മിഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നതിന് മുമ്പാണ്. മിസ്മാച്ച് റിപ്പയർ സിസ്റ്റം അവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ഈസിലി റെക്കഗ്നൈസ് ദ ന്യൂ സ്ട്രാൻഡ് ബൈ ഇറ്റ്സ് അൺമിഥൈലേറ്റഡ് സ്റ്റേറ്റ്.
ശരിയല്ലേ? ആ പാരൻ്റൽ സ്ട്രാൻഡിൽ ഓൾറെഡി DNA മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുതിയ ആൾക്ക് സമയം കിട്ടുന്ന മീഥൈൽ ഗ്രൂപ്പ് സമയം കിട്ടുന്നതിന് മുമ്പ് ഇയാൾ വന്നുകൊണ്ട് അവിടെ എന്ത് കാണില്ല? മീഥൈൽ ഗ്രൂപ്പ് കാണുന്നില്ല. ഓക്കെ, സോ മിസ്മാച്ച് റിപ്പയർ സിസ്റ്റം പെട്രോൾസ് ദി DNA ആഫ്റ്റർ ഇറ്റ്സ് റെപ്ലിക്കേഷൻ ആൻഡ് പ്രിയർ ടു ദിസ് മിഥൈലേഷൻ ഇവൻറ്റ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഓക്കെ ആണല്ലോ. അങ്ങനെ ആ നെയ്സൻ്റ് സ്ട്രാൻഡിൽ ഇത് മിസ്മാച്ച് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോടൈഡിനെ ഐഡൻറ്റിഫൈ ചെയ്താൽ വളരെ ഈസിയാണ്. കാരണം പാരൻ്റൽ സ്ട്രാൻഡ് ഏതാണെന്ന് മനസ്സിലായി, അതിന് മീഥൈലേഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഈക്വൽ ആയിട്ടുള്ള, ഇപ്പോൾ അവിടെ പാരൻ്റൽ സ്ട്രാൻഡിൽ C ആണെന്നുണ്ടെങ്കിൽ ഇവിടെ G വരണം, പക്ഷെ വന്നിരിക്കുന്നത് T ആണ്. അപ്പോൾ നെയ്സൻ്റ് സ്ട്രാൻഡ് നോക്കിക്കഴിഞ്ഞാൽ ആ T കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം എന്താ, ഇത് മിസ്മാച്ച് ആണ്. സോ ഇഫ് എ മിസ്മാച്ച് ഈസ് റെക്കഗ്നൈസ്ഡ്, the enzymes always remove and replace nucleotides from the unmethylated strand. nascent സ്ട്രാൻഡിലെ അൺമിഥൈലേറ്റഡ് ആയിട്ടുള്ള nascent സ്ട്രാൻഡിൽ നിന്ന് ആ ന്യൂക്ലിയോടൈഡിനെ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു എൻഡോന്യൂക്ലിയസും എക്സോന്യൂക്ലിയസും ഒക്കെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിസ്മാച്ച് റിപ്പയറിംഗ് സിസ്റ്റത്തിൽ ഫസ്റ്റ് ഒരു എൻഡോന്യൂക്ലിയസ്, a repair endonuclease first introduce a single nick in the unmethylated strand. ഓക്കെ, ഇപ്പം നമുക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റും, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചറിൽ നോക്കിയാൽ കാണാം. അവിടെ CH3 ആഡ് ചെയ്തിട്ടുള്ളത് പാരൻ്റൽ സ്ട്രാൻഡാണ്. അതിന് താഴത്ത് കാണുന്ന സ്ട്രാൻഡാണ് ഏത്? അതിൻ്റെ താഴത്ത് കാണുന്ന സ്ട്രാൻഡാണ് ഇവിടെ നെയ്സൻ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മുകളിലെ സ്ട്രാൻഡിൽ കൃത്യമായിട്ട് എന്തുണ്ട്? അവിടെ TAACT ഉണ്ട്. അതിന് താഴെ ആഡ് ചെയ്യുന്നതിൽ അവിടെ എയുടെ സ്ഥാനത്ത് G ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു മിസ്മാച്ചിങ് ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് G ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു മിസ്മാച്ചിങ് ആണ്. അതൊരു ഡിസ്റ്റോർഷൻ ഫോം ചെയ്യുന്നു, ഒന്ന് വളഞ്ഞിരിക്കുന്നുണ്ട് DNA. അപ്പോൾ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ആരാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഈ മിസ്മാച്ച് റിപ്പയറിംഗ് സിസ്റ്റം അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യണം? അതിനെ റിമൂവ് ചെയ്യണം. അതിന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ആൾക്കാർ അവിടെ ഈ മിസ്മാച്ച് റിപ്പയറിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള എൻഡോന്യൂക്ലിയസ് എക്സോന്യൂക്ലിയസ് അവിടെയുണ്ട്. ഓക്കെ, സോ ഇവിടെ എ റിപ്പയർ എൻഡോന്യൂക്ലിയസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് എ സിംഗിൾ നിക്ക് ഇൻ ദ അൺമിഥൈലേറ്റഡ് സ്ട്രാൻഡ്. ദെൻ അടുത്ത ആര് വരുന്നു? എക്സോന്യൂക്ലിയസ് വരുന്നു. ദെൻ എക്സോന്യൂക്ലിയസ് റിമൂവ്സ് ദി ഇൻകറക്റ്റ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദി നിക്ഡ് സ്ട്രാൻഡ്. ഇവിടെ ആദ്യം ഒരു നിക്ക് ഉണ്ടാക്കുന്നു. ആ നിക്കിൽ നിന്ന് ആ നിക്ക് വെച്ചിട്ട് മറ്റുള്ള ആ നിക്കിൽ മറ്റേ എക്സോന്യൂക്ലിയസ് ആക്ട് ചെയ്തിട്ട് ആ ഇൻകറക്റ്റ് ആയിട്ടുള്ള ആ ജീനെ അവിടെ നിന്ന് എടുത്ത് കളയുന്നു. അതിന് കൂട്ടത്തിൽ മറ്റുള്ളത് കൂടി പോകുന്നുണ്ട്. ആ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു റീജിയൻ റിമൂവ് ചെയ്ത് കളയുന്നു. ആഫ്റ്റർ എക്സിഷൻ DNA പോളിമറേസ് ആൻഡ് DNA ലിഗേസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ DNA പോളിമറേസ് വരുന്നു, DNA ലിഗേസ് എൻസൈം വരുന്നു. റിപ്പയർ ദ ഗ്യാപ്പ് DNA പോളിമറേസ് 5-3' ആക്ടിവിറ്റി വഴിയായിട്ട് അത് പോളിമറേസ് ആക്ടിവിറ്റി വഴിയായിട്ട് ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യുന്നു. ഫൈനലായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ അവിടെ ആരാ? DNA ലിഗേസ് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് ഫോം ചെയ്തിട്ട് ആ സ്ട്രാൻഡ് കംപ്ലീറ്റ് ആക്കുന്നു. Okay, DNA polymerase and DNA ligase enzyme repair the gap, producing the correct sequence DNA complementary to the parental strand. ഇവിടെ ടെക്സ്റ്റ് ബുക്കിലല്ലാത്ത വേറൊരു പിക്ചറാണ്. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്താണ് പാരൻ്റൽ സ്ട്രാൻഡ്. അവിടെ C ബേസിന് ഇവിടെ T ആണ് വന്നിരിക്കുന്നത്, G വരേണ്ട സ്ഥാനത്ത്. ഓക്കെ, ഇവിടെ T ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു മിസ്മാച്ച് ആണ്. അപ്പോൾ അതൊരു മിസ്മാച്ച് ആണ്. അപ്പോൾ ആ മിസ്മാച്ച് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഈ പാരൻ്റൽ സ്ട്രാൻഡിൽ നിന്ന് നെയ്സൽ സ്ട്രാൻഡ് ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മളൊരു മെക്കാനിസം പറഞ്ഞ് മീഥൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഓറഞ്ച് കളറിൽ കാണുന്ന സ്ട്രാൻഡ് അപ്പം ഫോം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യാൻ സമയമായിട്ടില്ല. ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ ഇവിടെ മ്യൂട്ടിയസ്, മ്യൂട്ടിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ നമുക്ക് കാണാം. ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെക്കാനിക്സ് ആണ്. ഇത് ഹയർ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുക, ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. സോ എൻഡോന്യൂക്ലിയസ് ആക്ടിവിറ്റി വഴിയായിട്ട് അവിടെ ഒരു നിക്ക് ഉണ്ടാക്കുന്നു. എക്സോന്യൂക്ലിയസ്
എന്ത് ചെയ്യുന്നു, ആൻ ഹെലിക്കേസ് രണ്ടും കൂടി ഒരുമിച്ചിട്ട് ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയുന്നു. പിന്നെ അവിടെ ആര് വരുന്നു, DNA പോളിമറേസ് വന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗം ഫില്ല് ചെയ്യുന്നു. ഏത് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുക, മുകളിൽ C ആണ് കിടക്കുന്നത്, കണ്ടില്ലേ, ഇവിടെ C ആണ്. അപ്പോൾ ഈക്വലായിട്ട് വരേണ്ടത് G ആണ്. ഇവിടെ T വന്നുകൊണ്ടാണ് അതിന് റിമൂവ് ചെയ്ത് കളയുന്നത്. എന്നിട്ട് അവിടെ ഫൈനലി അവിടെ G ആഡ് ചെയ്യുന്നു. പിന്നെ DNA ലിഗേസ് വന്നിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അതോട് കൂടിയിട്ട് ആ ഒരു റിപ്പയർ മെക്കാനിസം അവസാനിക്കുന്നു. അടുത്ത റീകോമ്പിനേഷൻ റിപ്പയർ അടുത്ത വീഡിയോയിൽ പറയാം.